ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയൊരു ചാപ്റ്ററാണ്. പേര് റിഡോക്സ് റിയാക്ഷൻസ്. ചാപ്റ്റർ 8 ആണ്. റിഡോക്സ് റിയാക്ഷൻസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് നോക്കാം. റിഡോക്സ് റിയാക്ഷനിൽ ആദ്യം നമ്മൾ ക്ലാസിക്കൽ കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ആണ് പറയുന്നത്. അതായത് പണ്ട് കാലത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എന്തായിരുന്നു എന്നാണ് ക്ലാസിക്കൽ കൺസെപ്റ്റിൽ പറയുന്നത്. അല്ലെങ്കിൽ നമുക്കിതിനെ ഹിസ്റ്റോറിക്കൽ കൺസെപ്റ്റ് എന്നും വിളിക്കാം. അപ്പോൾ അവിടെ ഇത് എങ്ങനെയാണ് പറയുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്സിഡേഷൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് കൊടുത്തത് നോക്കാം. ഓക്സിഡേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ എനി അതർ ഇലക്ട്രോ നെഗറ്റീവ് കമ്പോണൻസ്. അപ്പോൾ അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റീവ് എലിമെൻസിൻ്റെ അഡീഷൻ ആയാലും നമുക്കതിനെ ഓക്സിഡേഷൻ എന്ന് വിളിക്കാം. ഇലക്ട്രോ നെഗറ്റീവ് എലിമെൻറ്റ്സ് സച്ച് ആസ് ക്ലോറിൻ, ഫ്ലൂറിൻ എക്സെട്ര, അങ്ങനത്തെ പല ഇലക്ട്രോ നെഗറ്റീവ് എലിമെൻറ്റ്സും ഉണ്ട്. അതിൻ്റെയൊക്കെ അഡീഷൻ നടക്കുമ്പോഴും അതിനെ നമുക്ക് ഓക്സിഡേഷൻ എന്ന് വിളിക്കാം. അതേപോലെ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ നടന്നാലും അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലിമെൻറ്റ് ലൈക്ക് സോഡിയം, പൊട്ടാഷ്യം എക്സെട്ര, അതിൻ്റെയൊക്കെ റിമൂവൽ നടന്നാലും നമുക്കതിനെ ഓക്സിഡേഷൻ വിളിക്കാം. അപ്പോൾ ഓക്സിഡേഷൻ രണ്ട് രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ ഇലക്ട്രോ നെഗറ്റീവ് എലിമെൻറ്റ്, അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓർ ഇലക്ട്രോ പോസിറ്റീവ് എലിമെൻറ്റ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ 2H2 + O2 gives 2H2O. അപ്പോൾ ഹൈഡ്രജനിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്തു, അപ്പോൾ നമുക്ക് വാട്ടർ കിട്ടി. അപ്പോൾ ഈ ഒരു റിയാക്ഷനെ ഓക്സിഡേഷൻ എന്ന് വിളിക്കാം. കാരണം ഹിയർ അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ് നടന്നത്. അതേപോലെ തന്നെ H2S + Cl2 gives 2HCl + S. അപ്പോൾ ഇവിടെ H2S നിന്ന് ഹൈഡ്രജൻ സൾഫൈഡിൽ നിന്ന് ഹൈഡ്രജൻ റിമൂവ് ചെയ്തിട്ടാണ് സൾഫർ ഫ്രീ ആയത്. സൾഫർ ആണ് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുമ്പോഴാണ് സൾഫർ കിട്ടിയത്. അപ്പോൾ ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്ന ടേംസിൽ നമുക്കതിനെ ഓക്സിഡേഷൻ എന്ന് വിളിക്കാം. അതേപോലെ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലിമെൻറ്റ് ദാറ്റ് ഈസ് ക്ലോറിൻ്റെ അഡീഷൻ നടന്നിട്ടുണ്ട്. ആ ടേംസിലും നമുക്കിവിടെ H2S + Cl2 എന്നാണ് ഇക്വേഷനിൽ കാണുന്നത്. അപ്പോൾ ക്ലോറിൻ്റെ അഡീഷൻ നടന്നു. ക്ലോറിൻ ഈസ് എൻ ഇലക്ട്രോ നെഗറ്റീവ് എലിമെൻറ്റ്. അപ്പോൾ അതിൻ്റെ അഡീഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയും നമുക്ക് ഓക്സിഡേഷൻ എന്ന് വിളിക്കാം. വേറെ ഇതിൽ പറയാത്ത കുറച്ച് എക്സാമ്പിൾസ് ആണ്. 2Mg + O2 gives 2MgO. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. 2Mg + O2 gives 2MgO. അവിടെ മഗ്നീഷ്യത്തിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്യാണ്, അതുകൊണ്ട് അത് ഓക്സിഡേഷൻ ആണ്. അതേപോലെ S + O2 gives SO2. സൾഫറിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് SO2 കിട്ടുന്നത്. അതേപോലെ CH4 + 2O2 gives CO2 + 2H2O. അത് മീഥെയിൻ്റെ കമ്പഷനാണ് ഈ ഇക്വേഷൻ. CH4 + 2O2 gives CO2 + 2H2O. അപ്പോൾ ഇവിടെ മീഥെയിനിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അതേപോലെ വേറൊരു എക്സാമ്പിളാണ് 2H2S + O2 gives 2S + 2H2O. അപ്പോൾ H2Sലേക്ക് ഓക്സിജൻ ആഡ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ വെറൈറ്റി ഓഫ് എക്സാമ്പിൾസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ എന്ന കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് റിഡക്ഷൻ എന്താണ്, ക്ലാസിക്കൽ കൺസെപ്റ്റിലെ റിഡക്ഷൻ എന്താണെന്ന് നോക്കാം. റിഡക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഓർ എനി അതർ ഇലക്ട്രോ പോസിറ്റീവ് കമ്പോണൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ റിവേഴ്സാണ്. അവിടെ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇവിടെ അഡീഷൻ ഓഫ് ഹൈഡ്രജനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ എലിമെൻസിൻ്റെ അഡീഷനെയും നമുക്ക് റിഡക്ഷൻ എന്ന് വിളിക്കാം. ഇനി വേറൊരു ടേംസിൽ നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് റിമൂവൽ ഓഫ് ഓക്സിജൻ ഓർ എനി അതർ ഇലക്ട്രോ നെഗറ്റീവ് എലിമെൻറ്റ്. അപ്പോൾ ഓക്സിജനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോ നെഗറ്റീവ് എലിമെൻറ്റിനെ റിമൂവ് ചെയ്യുകയാണെങ്കിലും നമുക്കതിനെ റിഡക്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ റിവേഴ്സ് ആയിട്ടുള്ള ഡെഫിനിഷനാണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. 2H2 നേരത്തെ നമ്മൾ കണ്ട അതേ എക്സാമ്പിളാണ്. 2H2 + O2 gives 2H2O.
അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഹൈഡ്രജൻ്റെ അഡീഷനാണ് നടന്നത്. 2H2 ഓക്സിജനിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോഴാണ് വാട്ടർ മോളിക്യൂൾ കിട്ടുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ അഡീഷൻ നടക്കുന്ന ടേംസിൽ നമുക്ക് റിഡക്ഷന് എക്സാമ്പിളായിട്ട് ഇവിടെ പറയാം അല്ലേ? കാരണം ഓക്സിജനിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വാട്ടർ മോളിക്യൂൾ കിട്ടുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിളാണ് 2H2S പ്ലസ് Cl2 ഗിവ്സ് 2HCl പ്ലസ് S. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് റിഡക്ഷൻ്റെ ടേംസിൽ വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ H2S ന്ന് ഇലക്ട്രോ പോസിറ്റീവായിട്ടുള്ള ഹൈഡ്രജനെ റിമൂവ് ചെയ്തു. ഇലക്ട്രോ പോസിറ്റീവായിട്ടുള്ള ഹൈഡ്രജനെ റിമൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് 2HCl കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു റിയാക്ഷൻ നടക്കുമ്പോഴും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്സിഡേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ റിഡക്ഷനും നടന്നിട്ടുണ്ടായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേറെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. 2HgO gives 2Hg plus O2. അപ്പോൾ ഇവിടെ HgO റിമൂവൽ ഓഫ് ഓക്സിജൻ ഫ്രം മെർക്കുറിക് ഓക്സൈഡ് ആണ്. അപ്പോൾ 2HgO ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2Hg എന്ന് പറയുമ്പോൾ മെർക്കുറിയാണ് പ്ലസ് O2. അപ്പോൾ ഇതിനെ നമുക്ക് റിഡക്ഷൻ എന്ന് വിളിക്കാം, കാരണം റിമൂവൽ ഓഫ് ഓക്സിജൻ നടക്കുകയാണ്. ഇനി വേറൊരു എക്സാമ്പിളാണ് 2FeCl3 plus H2 gives 2FeCl2 plus 2HCl. ഇവിടെ റിമൂവൽ ഓഫ് ഇലക്ട്രോനെഗറ്റീവ് എലിമെൻറ്റ് ക്ലോറിൻ ആണ് നടന്നത്. അതായത് ഈ റിയാക്ഷനിൽ 2FeCl3 2FeCl2 ആയിട്ട് മാറുകയാണ്. അപ്പോൾ ക്ലോറിൻ്റെ എണ്ണത്തിൽ അവിടെ നമുക്ക് ഡിക്രീസ് ആണ് കാണുന്നത്. 2FeCl3 2FeCl2 ആയിട്ട് മാറി. അപ്പോൾ അവിടെ FeCl3 ആണ് FeCl2 ആയിട്ട് മാറുന്നത്. സോ റിമൂവൽ ഓഫ് ഇലക്ട്രോനെഗറ്റീവ് ക്ലോറിൻ അവിടെ നടന്നു. അതുകൊണ്ട് നമുക്കതിനെ റിഡക്ഷൻ എന്ന് വിളിക്കാം. വേറൊരു എക്സാമ്പിളാണ് CH2 ഡബിൾ ബോണ്ട് CH2. അതിലേക്ക് നമ്മൾ എത്തീൻ മോളിക്യൂളാണ് CH2 ഡബിൾ ബോണ്ട് CH2. അതിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യാണ്. പ്ലസ് H2 ഗീവ്സ് CH3. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യാണ്. എത്തീനിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈഥെയിൻ ആണ് പ്രൊഡക്റ്റായിട്ട് കിട്ടുക. CH3 അല്ലെങ്കിൽ നമുക്ക് C2H6 എന്നും വിളിക്കാം. വേറൊരു എക്സാമ്പിളാണ് 2HgCl2 പ്ലസ് SnCl2 ഗീവ്സ് Hg2Cl2 പ്ലസ് SnCl4. വൺസ് അഗെയിൻ റിപ്പീറ്റ് ചെയ്യാം. 2HgCl2 പ്ലസ് SnCl2 ഗീവ്സ് Hg2Cl2 പ്ലസ് SnCl4. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് ആണ്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ ഇവിടെ അഡീഷൻ ഓഫ് മെർക്കുറി ടു മെർക്കുറി ക്ലോറൈഡ് ആണ് നടന്നത്. അപ്പോൾ മെർക്കുറി HgCl2 ആണ് Hg2Cl2 ആയിട്ട് മാറുന്നത്. അപ്പോൾ HgCl2 Hg2Cl2 ആയിട്ട് മാറി. അതിൻ്റെ അർത്ഥം എന്താണ്? ഇലക്ട്രോ പോസിറ്റീവായിട്ടുള്ള മെർക്കുറി ആഡ് ചെയ്യുമ്പോഴാണ് HgCl2 Hg2Cl2 ആയിട്ട് മാറുന്നത്. അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം SnCl2 SnCl4 ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അവിടെ ക്ലോറിൻ്റെ എണ്ണത്തിൽ മാറ്റം കാണാം. SnCl2 SnCl4 ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇലക്ട്രോ നെഗറ്റീവായിട്ടുള്ള ക്ലോറിൻ്റെ അഡീഷനും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ റിയാക്ഷൻസ് കണ്ടപ്പോഴാണ് അവിടെ മനസ്സിലാക്കിയത് റിഡക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഓക്സിഡേഷനും നടക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്സിഡേഷനും റിഡക്ഷനും സൈമുൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന റിയാക്ഷൻസിനെയാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്താന്ന് നോക്കാം. A substance which provides oxygen or any other electronegative element is called an oxidizing agent. അപ്പോൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ ഓക്സിജനാണ് ഓക്സിജനെ പ്രൊവൈഡ് ചെയ്തത് അല്ലേ? അതുകൊണ്ട് നമുക്ക് പറയാം ഓക്സിജൻ ഈസ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. അതേപോലെ ക്ലോറിൻ ഇസ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ളൊരു എലിമെൻ്റാണ്. അവിടെ ക്ലോറിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ഓക്സിഡേഷൻ നടന്നത്. അപ്പോൾ ക്ലോറിനെ നമുക്ക് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് വിളിക്കാം. അപ്പോൾ ഓക്സിഡേഷനെ സഹായിക്കുന്ന ഏജൻസിനെയാണ് നമ്മൾക്ക് ഓക്സിഡൈസിങ് ഏജൻസ് എന്ന് വിളിക്കാൻ പറ്റും. അതിൽ സ്വയം റിഡക്ഷൻ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. അപ്പോൾ എ സബ്സ്റ്റൻസ് വിച്ച് റിമൂവ്സ് ഹൈഡ്രജൻ ഓർ എനി അതർ ഇലക്ട്രോ പോസിറ്റീവ് എലിമെൻറ്റ് ഈസ് കോൾഡ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. അതൊരു വേറെ ടേംസിൽ റിമൂവൽ ഓഫ് ഓക്സിജൻ ഹൈഡ്രജൻ്റെ ടേംസിലാണ് നമ്മൾ പറയുന്നത്. ഇൻ ദ അബവ് എക്സാമ്പിൾസ് O2 ആൻഡ് Cl2 ആക്ട് ആസ് ഓക്സിഡൈസിങ് ഏജൻറ്റ്സ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്
എന്തിലാണോ ഓക്സിഡേഷൻ നടന്നത് അത് റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും. എന്തിലാണോ ഓക്സിഡേഷൻ നടന്നത് അത് റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും. എന്തിലാണോ റിഡക്ഷൻ നടന്നത് അത് ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും. ഇപ്പം നേരത്തെ കണ്ട എക്സാമ്പിളിൽ ഓക്സിജൻ്റെ റിഡക്ഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഓക്സിജനിലേക്കാണല്ലോ നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് ഓക്സിജൻ്റെ റിഡക്ഷൻ നടക്കുമ്പോൾ ഓക്സിജൻ ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും. ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഹൈഡ്രജൻ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ്, അതേപോലെ റെഡ്യൂസിങ് ഏജൻസ് ഉണ്ട്. എ സബ്സ്റ്റൻസ് വിച്ച് പ്രൊവൈഡ്സ് ഹൈഡ്രജൻ ഓർ എനി ഇലക്ട്രോപോസിറ്റീവ് എലമെൻറ്റ് ഈസ് കോൾഡ് റെഡ്യൂസിങ് ഏജൻറ്റ്, ഓർ എ സബ്സ്റ്റൻസ് വിച്ച് റിമൂവ്സ് ഓക്സിജൻ ഓർ എനി ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ഈസ് കോൾഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ജസ്റ്റ് അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഡ്യൂറിങ് എ റിഡോക്സ് റിയാക്ഷൻ എ റെഡ്യൂസിങ് ഏജൻറ്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ. അത് ഞാനിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞു. ഓക്സിഡേഷൻ എന്തിലാണോ നടന്നത് അത് റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും. എ റെഡ്യൂസിങ് ഏജൻറ്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ ആൻഡ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് അണ്ടർഗോസ് റിഡക്ഷൻ. അപ്പോൾ അത് അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്സിഡൈസിങ് ഏജൻറ്റിനെയും റെഡ്യൂസിങ് ഏജൻറ്റിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ കൺസെപ്റ്റ് കഴിഞ്ഞു. ഇത് പണ്ടത്തെ കൺസെപ്റ്റാണ്. അതിന് നമ്മളിപ്പോൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് ഇലക്ട്രോണിക് കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷനാണ് പിന്നെ വന്നത്. അതെങ്ങനെയാണ് നോക്കാം. ഇലക്ട്രോണിക് കൺസെപ്റ്റിൽ ഓക്സിഡേഷന് നമ്മൾ പറയുന്നത് ഓക്സിഡേഷൻ ഈസ് ദ പ്രോസസ് ഇൻവോൾവിങ് ലോസ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് റിഡക്ഷൻ ഈസ് ദ പ്രോസസ് ഇൻവോൾവിങ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റും റെഡ്യൂസിങ് ഏജൻറ്റും എന്താ നോക്കാം. ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഈസ് എ സബ്സ്റ്റൻസ് ഹൂസ് ആറ്റംസ് ഗെയിൻ ഇലക്ട്രോൺസ്. അപ്പോൾ റിഡക്ഷൻ നടന്നത് ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഈസ് എ സബ്സ്റ്റൻസ് ഹൂസ് ആറ്റംസ് ഗെയിൻ ഇലക്ട്രോൺസ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ് ഈസ് എ സബ്സ്റ്റൻസ് ഹൂസ് ആറ്റംസ് ലോസ് ഇലക്ട്രോൺ. ഓക്സിഡേഷൻ നടന്നതാണ് അപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് കണ്ടു നോക്കാം. സിങ്ക് Zn പ്ലസ് Cu2+, Znലേക്ക് നമ്മൾ Cu2+ ആഡ് ചെയ്യാണ്, ഗീവ്സ് Zn2+ പ്ലസ് Cu. അപ്പോൾ സിങ്ക് അണ്ടർഗോസ് ഓക്സിഡേഷൻ. കാരണം സിങ്ക് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള സിങ്കിൽ 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെടുമ്പോഴാണ് അത് Zn2+ ആയിട്ട് മാറുന്നത്. അപ്പോൾ സിങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ നടന്നു. സോ സിങ്ക് അണ്ടർഗോസ് ഓക്സിഡേഷൻ. ഇനി കോപ്പറിൻ്റെ കേസിലോ, കോപ്പർ Cu2+ ആണ്. അത് 2 ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുമ്പോഴാണ് അത് Cu ആയിട്ട് മാറുന്നത്. സോ കോപ്പർ അണ്ടർഗോസ് റിഡക്ഷൻ. ഹിയർ സിങ്ക് ആറ്റം ലോസസ് ഇലക്ട്രോൺസ് വൈൽ Cu2+ അയോൺസ് ഗെയിൻ ഇലക്ട്രോൺസ്. സോ സിങ്ക് ഈസ് ഓക്സിഡൈസ്ഡ് ആൻഡ് കോപ്പർ ഈസ് റെഡ്യൂസ്ഡ്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. Then Cu2+ ഈസ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. കാരണം റിഡക്ഷൻ നടന്നത് Cu2+ലാണ്. അതുകൊണ്ട് അത് ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു. ആൻഡ് സിങ്ക് ഈസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ്. എളുപ്പമല്ലേ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാം. ഓക്സിഡേഷൻ ഏതിലാണോ നടന്നത് അത് റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും. സോ സിങ്ക് ആക്ട് ആസ് റെഡ്യൂസിങ് ഏജൻറ്റ് ബിക്കോസ് സിങ്ക് അണ്ടർഗോസ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നടന്നപ്പോഴാണ് അത് Zn2+ ആയിട്ട് മാറിയത്. ഇനി അതേപോലെ തന്നെ Cu2+ ആക്ട് ആസ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. കാരണം എന്താണ്? Cu2+ൽ റിഡക്ഷൻ നടന്നിട്ട് അത് Cu ആയി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണത് ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. Next, oxidation half and reduction half reactions. Every redox reaction consists of 2 half cell reactions. They are oxidation half reaction and reduction half reaction. അപ്പോൾ നമുക്ക് ഏതൊരു റിഡോക്സ് റിയാക്ഷനെയും രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യാം. ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ആൻഡ് റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ്, ഈ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനെയും റിഡക്ഷൻ ഹാഫ് റിയാക്ഷനെയും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓവറോൾ റിയാക്ഷൻ, നെറ്റ് റിയാക്ഷൻ കിട്ടുക. അപ്പോൾ വി ക്യാൻ സീ വൺ എക്സാമ്പിൾ, ദാറ്റ് ഈസ് റിയാക്ഷൻ ബിറ്റ്വീൻ Na and Cl.
സോഡിയവും ക്ലോറിനും തമ്മിലുള്ള റിയാക്ഷൻ നോക്കാം. Na ആറ്റം ലോസസ് ആൻ ഇലക്ട്രോൺ ടു ഫോം Na+. ആ ഇക്വേഷൻ ശ്രദ്ധിച്ചു നോക്കുക. Na gives Na++1 ഇലക്ട്രോൺ. ആ നഷ്ടപ്പെട്ട ഇലക്ട്രോണിനെയാണ് നമ്മൾ 1 ഇലക്ട്രോൺ ആയിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. ക്ലോറിൻ ആറ്റം ഗെയിൻസ് ആൻ ഇലക്ട്രോൺ ടു ഫോം Cl-. അപ്പോൾ ക്ലോറിനിൽ എന്താണ്, ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാണ്. Cl+1 ഇലക്ട്രോൺ ഗീവ്സ് Cl-. അപ്പോൾ ക്ലോറിന് ഒരു ഇലക്ട്രോൺ കിട്ടിയപ്പോൾ അത് Cl- ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആദ്യം കണ്ട റിയാക്ഷൻ, അതായത് ലോസ് ഓഫ് ഇലക്ട്രോൺ നടന്നത് സോഡിയത്തിലാണല്ലോ. അപ്പോൾ ആദ്യം കണ്ട റിയാക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ എന്ന് വിളിക്കാം അല്ലേ? കാരണം സോഡിയത്തിലാണ് അവിടെ ഓക്സിഡേഷൻ നടന്നത്. സോ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ആണ്. അവിടെ റിഡക്ഷൻ എന്നൊരു കൺസെപ്റ്റ് അവിടെ വരുന്നില്ല. വെറും ഓക്സിഡേഷൻ മാത്രമാണ് നമ്മൾ ആ ഇക്വേഷനിൽ കാണിക്കുന്നത്. അടുത്ത റിയാക്ഷൻ നോക്കൂ. ക്ലോറിൻ +1 ഇലക്ട്രോൺ. അവിടെ എന്താണ്, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ് നടന്നത്. അതുകൊണ്ട് നമുക്കതിനെ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ എന്ന് വിളിക്കാം. ഇനി ഓവറോൾ സെൽ റിയാക്ഷൻ അല്ലെങ്കിൽ റിഡോക്സ് റിയാക്ഷൻ എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ രണ്ട് റിയാക്ഷൻസും കൂടിയും ആഡ് ചെയ്യും. അപ്പോൾ Na+Cl- അല്ലേ, ഗീവ്സ് Na++Cl-. ആ 1 ഇലക്ട്രോൺ എന്നുള്ളത് ആഡ് ചെയ്യുമ്പോൾ ഒന്ന് LHS സൈഡിലായിരിക്കും, മറ്റേത് RHS സൈഡിലായിരിക്കും അല്ലേ. ഒന്ന് റിയാക്റ്റൻറ്റ് സൈഡിലായിരിക്കും, മറ്റേത് പ്രൊഡക്റ്റ് സൈഡിലായിരിക്കും. അപ്പോൾ അത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ശരിക്കും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും. Na+Cl+1 ഇലക്ട്രോൺ ഗീവ്സ് Na++Cl-+1 ഇലക്ട്രോൺ. അപ്പോൾ ലാസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും? ആ 1 ഇലക്ട്രോൺ റിയാക്റ്റൻറ്റ് സൈഡിൽ നിന്നും 1 ഇലക്ട്രോൺ പ്രൊഡക്റ്റ് സൈഡിൽ നിന്നും ക്യാൻസൽ ചെയ്ത് കളയും. അപ്പോൾ നെറ്റ് റിയാക്ഷൻ കിട്ടുക Na+Cl ഗീവ്സ് Na++Cl-. ഇനി നമുക്ക് റിഡോക്സ് റിയാക്ഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. റിഡോക്സ് റിയാക്ഷൻ, എ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻസ് ഒക്കർ സൈമിൾട്ടേനിയസ്ലി ഈസ് കോൾഡ് റിഡോക്സ് റിയാക്ഷൻ. അതായത് ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ സമയത്ത് നടക്കുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമുക്കതിന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ 1. A clean zinc strip is placed in copper sulfate solution in a beaker. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഒരു ബ്ലൂ കളർ സൊല്യൂഷനാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. നമ്മൾ വെള്ളത്തിൽ കുറച്ച് കോപ്പർ സൾഫേറ്റ് പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമുക്കൊരു ബ്ലൂ കളർ സൊല്യൂഷൻ കിട്ടും. അതിലേക്ക് നമ്മൾ സിങ്കിൻ്റെ ഒരു സ്ട്രിപ്പ് അതിലേക്ക് ഇറക്കി വെക്കുകയാണ്. ദ ഫോളോയിങ് ചേഞ്ചസ് ആർ ഒബ്സർവ്ഡ്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ സിങ്ക് മെറ്റൽ സ്റ്റാർട്ട്സ് ടു ഡിസോൾവ് ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഇറ്റ്സ് മാസ് ഡിക്രീസസ്. അപ്പോൾ അതിൽ ഡിപ്പ് ചെയ്യുമ്പോൾ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുമ്പോൾ സിങ്ക് പതുക്കെ അലിയാൻ തുടങ്ങും. എന്നിട്ട് അതിൻ്റെ മാസിൽ ഡിക്രീസാണ് നമ്മൾ കാണുന്നത്. അതേസമയം കോപ്പർ മെറ്റൽ സ്റ്റാർട്ട്സ് ടു ഡെപ്പോസിറ്റ്. ഈ സിങ്ക് സ്ട്രിപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ കോപ്പർ മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യും. ദ ബ്ലൂ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ബിഗിൻസ് ടു ഫെയ്ഡ്. ആ നല്ല ബ്ലൂ കളർ ഉണ്ടായിരുന്ന കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ പതുക്കെ ഫെയ്ഡ് ചെയ്ത് ഫൈനലി അത് കളർലെസ് ആവും. ദ റിയാക്ഷൻ പ്രൊസീഡ്സ് വിത്ത് എവല്യൂഷൻ ഓഫ് ഹീറ്റ്. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷനാണ്, ഹീറ്റ് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷനാണ്. അപ്പോൾ ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ സിങ്ക് ആണ് ആ പിക്ചറിൽ കാണുന്നത്. സിങ്കിൻ്റെ സ്ട്രിപ്പ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തു. അപ്പോൾ വെള്ളത്തിലുള്ള സൊല്യൂഷൻ ആയതുകൊണ്ടാണ് നമ്മൾ അക്വസ് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ബ്ലൂ കളർ സൊല്യൂഷനാണ്, നിങ്ങൾക്ക് കാണാമല്ലോ. ഇനി ഇവിടെ ആ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ബ്ലൂ കളർ ഫെയ്ഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ സിങ്ക് സ്ട്രിപ്പിൻ്റെ മുകളിൽ നിറയെ ഒരു ഡെപ്പോസിറ്റ് കാണുന്നുണ്ട്. അത് കോപ്പർ സോളിഡ്, കോപ്പറിൻ്റെ ഡെപ്പോസിറ്റാണ് കാണുന്നത്. അപ്പോൾ എന്താണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത് നോക്കാം. സിങ്ക് സ്ട്രിപ്പത്തെ സിങ്ക് Zn ഗീവ്സ് Zn2++2 ഇലക്ട്രോൺ. സിങ്ക് ആ സൊല്യൂഷനിലേക്ക് അലിഞ്ഞു പോവുകയാണ്. എന്നിട്ട് അത് Zn2+ ആയിട്ട് മാറും. ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുകയാണ്. ആ സൊല്യൂഷനിലേക്ക് ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്തിട്ട് Zn2+ അയോൺസ് ആയിട്ട് ആ സൊല്യൂഷനിലേക്ക് വരികയാണ്.
അതേസമയം സൊല്യൂഷനിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണല്ലോ, അപ്പോൾ Cu2+ ഉണ്ടായിരിക്കും, SO4 2- ആ സൊല്യൂഷനിൽ ഉണ്ടായിരിക്കും. ആ സൊല്യൂഷനിലെ Cu2+ ഈ വിട്ടുകൊടുത്ത 2 ഇലക്ട്രോൺസിനെ, സിങ്ക് നേരത്തെ വിട്ടുകൊടുത്ത 2 ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് റിഡക്ഷൻ നടക്കുകയാണ് കോപ്പറിൽ, എന്നിട്ട് അത് Cu ആയിട്ട് മാറുകയാണ്. അപ്പോൾ അതാണ് അവിടെ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ. ആദ്യത്തത് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ആണ്. Zn gives Zn2+ 2 ഇലക്ട്രോൺ. അപ്പോൾ സിങ്ക് സ്ട്രിപ്പ് ഡിസോൾവ് ചെയ്തിട്ട് Zn2+ ആയിട്ട് സൊല്യൂഷനിലേക്ക് വരും. എന്നിട്ട് സിങ്ക് 2 ഇലക്ട്രോൺസിന് റിലീസ് ചെയ്യും. കാരണം സിങ്കിന്ന് 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെടുമ്പോഴാണ് അത് Zn2+ ആയിട്ട് മാറുന്നത്. അതേസമയം ഇൻ ദ സൊല്യൂഷൻ വി ഹാവ് Cu2+ ആൻഡ് SO4 2-. അതിലെ Cu2+ എന്ത് ചെയ്യും, ഈ സിങ്ക് വിട്ടുകൊടുത്ത 2 ഇലക്ട്രോൺസിനെയും ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് Cu ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കണ്ടത് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനും രണ്ടാമത് കണ്ടത് റിഡക്ഷൻ ഹാഫ് റിയാക്ഷനുമാണ്. ഇത് രണ്ടും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓവറോൾ റിയാക്ഷൻ കിട്ടുക. ദാറ്റ് ഈസ് സിങ്ക് പ്ലസ് Cu2+ ഗീവ്സ് Zn2+ Cu. നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ റിയാക്റ്റൻ സൈഡിൽ 2 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും, പ്രൊഡക്റ്റ് സൈഡിലും 2 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ആ 2 ഹാഫ് റിയാക്ഷൻസും കൂടി ആഡ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരിക. അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് ലാസ്റ്റ് റിയാക്ഷൻ കിട്ടും. നെക്സ്റ്റ് എക്സാമ്പിൾ 2. എ ക്ലീൻ കോപ്പർ സ്ട്രിപ്പ് ഈസ് പ്ലേസ്ഡ് ഇൻ എ സൊല്യൂഷൻ ഓഫ് AgNO3 കെപ്റ്റ് ഇൻ എ ബീക്കർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത്, ഒന്ന് മാറ്റി ചവിട്ടുകയാണ്. കോപ്പർ സ്ട്രിപ്പാണ് പ്ലേസ് ചെയ്യുന്നത്. ഏത് സൊല്യൂഷനിൽ? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലാണ്, AgNO3 സൊല്യൂഷൻ. The following changes are observed. The copper strip starts to dissolve as a result of its mass decreases. നേരത്തെ സിങ്ക് ആയിരുന്നു ഡിസോൾവ് ചെയ്തത്, ഇവിടെ കോപ്പർ ഡിസോൾവ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് സിൽവർ ഡെപ്പോസിറ്റ്സ് സ്റ്റാർട്ട്സ് ടു ഡെപ്പോസിറ്റ്. ബ്ലൂ കളർ ഓഫ് കോപ്പർ Cu2+ അയോൺസ് അപ്പിയർ. അപ്പം നേരത്തെ AgNO3 സൊല്യൂഷനാണ് ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തത്, അത് കളർലെസ് ആണ്. പക്ഷേ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ ആ ഒരു കളർലെസ് സൊല്യൂഷൻ പതുക്കെ ബ്ലൂ കളറായി മാറും. അതിൻ്റെ കാരണം എന്താണ്? ആ സൊല്യൂഷനിൽ Cu2+ അപ്പിയർ ചെയ്യാൻ തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് അത് ബ്ലൂ കളറായിട്ട് മാറുന്നത്. റിയാക്ഷൻ പ്രൊസീഡ്സ് വിത്ത് എവല്യൂഷൻ ഓഫ് ഹീറ്റ്. ഇതും ഒരു എക്സോതെർമിക് റിയാക്ഷനാണ്, ഹീറ്റ് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷനാണ്. അപ്പോൾ അതിൻ്റെ പിക്ചറാണ് ഈ കാണിച്ചത്. കോപ്പർ സ്ട്രിപ്പ് അത് നമ്മൾ AgNO3 സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തു. പതുക്കെ ആ സൊല്യൂഷൻ്റെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരികയാണ്. അപ്പോൾ ബ്ലൂ ഷെയ്ഡ് വന്നിട്ട് അവിടെ ഫൈനലി ആ സൊല്യൂഷനിൽ എന്ത് സംഭവിക്കും? കളർലെസ് സൊല്യൂഷൻ ബ്ലൂ കളർ സൊല്യൂഷനായിട്ട് മാറുകയാണ്. ഇനി നമുക്ക് ആ റിയാക്ഷൻ നോക്കാം. കോപ്പർ ഗീവ്സ് Cu2+ 2 ഇലക്ട്രോൺ. കോപ്പർ സ്ട്രിപ്പ് ഡിസോൾവ് ചെയ്തിട്ട് Cu2+ ആയിട്ട് ആ സൊല്യൂഷനിലേക്ക് വരികയാണ്. അതേസമയം 2 ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യും. എന്നിട്ട് ഈ ഒരു സൊല്യൂഷനിൽ നമ്മൾ AgNO3 സൊല്യൂഷൻ ആണല്ലോ, അപ്പോൾ Ag+ ഉണ്ട്, NO3- ഉണ്ടായിരിക്കും. അതിലെ Ag+, 2 Ag+ അയോൺസ് വേണം 2 ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ. കാരണം ഒരു Agക്ക് ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം Ag+ ആണ്, ഒരു ഇലക്ട്രോണേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ 2 ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 Ag+ വേണം. സോ 2 Ag+ ഫ്രം ദിസ് സൊല്യൂഷൻ ആക്സെപ്റ്റ്സ് ദ 2 ഇലക്ട്രോൺസ് റിലീസ്ഡ് ഇൻ ദ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ആൻഡ് ഇറ്റ് ബിക്കംസ് 2 Ag. അത് 2 Ag ആയിട്ട് മാറും. എന്നിട്ട് അപ്പോൾ നമ്മൾ ഈ 2 റിയാക്ഷൻസ് കണ്ടു. ആദ്യം കണ്ടത് എന്താണ്? ആദ്യം കണ്ടത് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനാണ്. രണ്ടാമത് കണ്ടത് റിഡക്ഷൻ ഹാഫ് റിയാക്ഷനാണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് Cu+2 Ag+ ഗീവ്സ് Cu2+ 2 Ag. ഇനി ഇവിടെ റിയാക്റ്റൻ സൈഡിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, പ്രൊഡക്റ്റ് സൈഡിലും 2 ഇലക്ട്രോൺ ഉണ്ട്. ഇതാണ് റിയാക്റ്റൻ സൈഡിലെ 2 ഇലക്ട്രോൺ, ഇതാണ് പ്രൊഡക്റ്റ് സൈഡിലെ 2 ഇലക്ട്രോൺ ആയിട്ട് വരുന്നത്. അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. ഫൈനലി ആ 2 ഇലക്ട്രോൺസും ക്യാൻസൽ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഓവറോൾ റിയാക്ഷനിൽ ആ ഇലക്ട്രോൺസ് ഒന്നും കാണാൻ കഴിയാത്തത്.
നെക്സ്റ്റ് ഓക്സിഡേഷൻ നമ്പർ ഓർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താന്ന് നോക്കാം. ഓക്സിഡേഷൻ നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് ദ ചാർജ് ദാറ്റ് ആൻ ആറ്റം വുഡ് ഹാവ് ഇഫ് ബോത്ത് ദ ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ബോണ്ട് വെർ അസൈൻഡ് ടു ദ മോർ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്സ്. അപ്പോൾ ഒരു ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺസ് ആണല്ലോ ആ ബോണ്ടിലുള്ളത്. ആ 2 ഇലക്ട്രോൺസും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റിൻ്റെ സൈഡിലേക്കാണ് കൂടുതൽ നിൽക്കുക. അതാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണെന്നൊക്കെ തേർഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിൻ്റെ സൈഡിലേക്ക് ആ 2 ഇലക്ട്രോൺസും ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ എലമെൻറ്റിന് പോസിറ്റീവ് ചാർജ് കിട്ടും. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ എലമെൻറ്റിന് നെഗറ്റീവ് ചാർജ് കിട്ടും. ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ എലമെൻറ്റിന് പോസിറ്റീവ് ചാർജ് കിട്ടും. അങ്ങനെ അതിൻ്റെ മുകളിൽ അപ്പിയർ ചെയ്യുന്ന ചാർജിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ NaCl നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ലോറിൻ ഇസ് മോർ ഇലക്ട്രോ നെഗറ്റീവ്. പോരാത്തതിന് അതൊരു അയോണിക് ആയിട്ടുള്ള സോളിഡാണ്. അപ്പോൾ Na ആൻഡ് Cl അതിൽ Na+ഉം ആണ് Cl- ആണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ മുകളിലുള്ള ചാർജ്, അതിൻ്റെ കാരണം എന്താണ്? സോഡിയം ഈസ് ഇലക്ട്രോ പോസിറ്റീവ് അല്ലെങ്കിൽ ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആൻഡ് ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ്. അതുകൊണ്ടാണ് ക്ലോറിൻ്റെ മുകളിൽ മൈനസ് ചാർജും സോഡിയത്തിൻ്റെ മുകളിൽ പ്ലസ് ചാർജും വരുന്നത്. അപ്പോൾ ആ പ്ലസ് ആൻഡ് മൈനസ് ചാർജിനെയാണ് നമ്മൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ NaClന് ചാർജില്ല. കാരണം Na പ്ലസ് ചാർജും +1 ചാർജാണുള്ളത്. ക്ലോറിനത്തെ -1 ചാർജും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നെറ്റ് റിസൾട്ട് എന്താ കിട്ടുക? 0. അതുകൊണ്ടാണ് NaClന് ചാർജ് ഇല്ലാത്തത്. അതേപോലെ HCl ഒരു എക്സാമ്പിൾ എടുക്കാം. HCl ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ്. അതുകൊണ്ട് ക്ലോറിൻ്റെ സൈഡിലേക്കാണ് ആ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണിൽ രണ്ടും ക്ലോറിൻ്റെ സൈഡിലേക്ക് കൂടുതൽ ക്ലോറിൻ്റെ സൈഡിലേക്കായിട്ട് നിൽക്കും. അതുകൊണ്ട് ക്ലോറിൻ ഗെറ്റ്സ് എ നെഗറ്റീവ് ചാർജ് ആൻഡ് ഹൈഡ്രജൻ ഗെറ്റ്സ് എ പോസിറ്റീവ് ചാർജ്. അപ്പോൾ ആ ഒരു ക്ലോറിൻ്റെ മുകളിലുള്ള നെഗറ്റീവ് ചാർജിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഹൈഡ്രജൻ്റെ മുകളിലുള്ള ആ പോസിറ്റീവ് ചാർജിനെയാണ് നമ്മൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഹൈഡ്രജൻ ഹാസ് ഓക്സിഡേഷൻ നമ്പർ +1 ആൻഡ് ക്ലോറിൻ ഹാസ് ഓക്സിഡേഷൻ നമ്പർ -1 ഇൻ HCl. HClലെ ഓക്സിഡേഷൻ നമ്പറാണ് പറയണത്. ഇനി NaCl സോഡിയം ഹാസ് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഓഫ് +1 ആൻഡ് ക്ലോറിൻ ഹാസ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ദാറ്റ് ഈസ് -1. അത് ഏതിൽ? NaClൽ. അങ്ങനെ പല കോമ്പൗണ്ട്സിലും പല രീതിയിലാണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. The element which is more electronegative will be given negative oxidation number and the element which is less electronegative will be given positive oxidation number. ഇനി ഇവിടെ നമുക്ക് കുറച്ച് റൂൾസ് പഠിക്കാനുണ്ട്. റൂൾസ് ഫോർ അസൈനിങ് ഓക്സിഡേഷൻ നമ്പർ. അതിൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് എലമെൻറ്റ് ഇൻ ഫ്രീ ഓർ അൺകമ്പൈൻഡ് സ്റ്റേറ്റ് ഈസ് 0. അതായത് അത് കമ്പൈൻഡ് അല്ലാത്ത സ്റ്റേറ്റിൽ, ഫോർ എക്സാമ്പിൾ സിങ്ക് വെറുതെ സിങ്ക് എന്ന് എഴുതി, അല്ലെങ്കിൽ O2 എന്ന് വെറുതെ എഴുതുകയാണെങ്കിൽ അതിൽ ഓക്സിഡേഷൻ നമ്പർ ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. കാരണം അത് ആരുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ O2, Cl2, Zn, Cu അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ എന്താണ്? അവിടെ നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്നും കാണിക്കാനില്ല. കാരണം അത് ആരുമായിട്ട് കമ്പൈൻ ചെയ്യാണ്ട് ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് 0. അടുത്ത പോയിന്റ്, ദ സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ ദ ആറ്റംസ് ഇൻ എ ന്യൂട്രൽ മോളിക്യൂൾ ഈസ് 0. അത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ NaCl. അവിടെ Na+1 ആണ്, Cl -1 ആണ്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും അല്ലേ? കാരണം എന്താണ്? NaCl ന്യൂട്രൽ ആയിട്ടുള്ളൊരു മോളിക്യൂളാണ്, ചാർജ് ഒന്നും ഇല്ലാത്ത മോളിക്യൂളാണ്. അതുകൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ, Naൻ്റെയും Clൻ്റെയും ഓക്സിഡേഷൻ നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുക. അടുത്തത്, ഓക്സിഡേഷൻ നമ്പർ ഓഫ് മോണോ അറ്റോമിക് അയോൺ ഈസ് ഈക്വൽ ടു ചാർജ് ഓൺ ഇറ്റ്. ഫോർ എക്സാമ്പിൾ Zn2+, നേരത്തെ നമ്മൾ കണ്ടു Zn2+. അപ്പോൾ അതൊരു മോണോ അറ്റോമിക് ആയിട്ടുള്ള അയോണാണ്. അപ്പോൾ അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? 2+. അപ്പോൾ എന്താണോ ചാർജ് അത് തന്നെയാണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ഇനി Cl-, വെറും Cl- മാത്രം കണ്ടു കഴിഞ്ഞാൽ എന്താണ്? -1 ആണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ.
അപ്പോൾ അത്രയാണ് ആ മോണോ അറ്റോമിക് അയോൺസിൻ്റെ കേസ് പറയുന്നത്. ഫോർ പോളി അറ്റോമിക് അയോൺസ് സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ ദ ആറ്റംസ് ഇൻ ഇറ്റ് ഈസ് ഈക്വൽ ടു ചാർജ് ഓൺ ഇറ്റ്. അപ്പോൾ പോളി അറ്റോമിക് അയോൺസിൻ്റെ കേസിൽ ഫോർ എക്സാമ്പിൾ SO4 2- SO4 2- ആണ് അല്ലേ. സൾഫറും ഓക്സിജനും 4 ഓക്സിജനും കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് SO4 കിട്ടുക. പോരാത്തതിന് അതിനൊരു 2- ചാർജും ഉണ്ട്. ആ 2- ചാർജ് വരാനുള്ള കാരണം എന്താണ്? അവിടെ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും കൂടിയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് -2 ആണ് കിട്ടുക. അതിൻ്റെ കാരണം സൾഫർ ഈസ് ഇൻ +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് ഓക്സിജൻ ഈസ് ഇൻ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ -2 4 പ്രാവശ്യം വരില്ലേ? SO4 ആണ് അല്ലേ, SO4 ആണ്. അപ്പോൾ 4 × -2 ചെയ്യുക, അപ്പോൾ -8 കിട്ടി. അപ്പോൾ -8 ആണ് ഓക്സിജൻ്റെ മൊത്തത്തിലുള്ള ചാർജ്. 4 ഓക്സിജൻ ഉണ്ട്, SO4 ആണ് അല്ലേ. അപ്പോൾ SO4ൽ 4 ഓക്സിജൻ ഉണ്ട്, ഓരോ ഓക്സിജനും -2 ചാർജാണ് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ -8 വന്നു. സൾഫറിലോ +6 ആണ്. അപ്പോൾ +6 + -8 ഗീവ്സ് -2. അതുകൊണ്ടാണ് SO4 2- എന്ന് എഴുതുന്നത്. കാരണം സൾഫറിൻ്റെയും ഓക്സിജൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു -2 സ്റ്റേറ്റ് ആണ്. നെക്സ്റ്റ് നമ്മളിവിടെ അടുത്ത റൂളാണ് പറയുന്നത്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഫ്ലൂറിൻ ഈസ് -1 ഇൻ ഓൾ ഇറ്റ്സ് കോമ്പൗണ്ട്സ്. എല്ലാ കോമ്പൗണ്ട്സിലും ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആയിരിക്കും. കാരണം ഫ്ലൂറിൻ ഇസ് ദ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. അതുകൊണ്ട് അതിന് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കൊടുക്കാറ്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈസ് +1 ഇൻ ഓൾ ഇറ്റ്സ് കോമ്പൗണ്ട്സ്. മിക്ക കോമ്പൗണ്ട്സിലും ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. ബട്ട് ഇൻ അയോണിക് ഹൈഡ്രൈഡ്സ് ദ ഓക്സിഡേഷൻ നമ്പർ ഈസ് -1. അയോണിക് ഹൈഡ്രൈഡ്സിൻ്റെ കേസിൽ -1 ആയിരിക്കും. ആൻഡ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഈസ് -2. ഓക്സിജൻ്റെ സാധാരണ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. പക്ഷേ ഇൻ OF2 ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഈസ് +2. അതിൻ്റെ കാരണം എന്താണ്? കാരണം ഓക്സിജൻ ഈസ് ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ദാൻ ഫ്ലൂറിൻ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ ഓക്സിജൻ. നേരത്തെ ഞാൻ പറഞ്ഞു ഏതിനാണോ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ അതിനായിരിക്കും മൈനസ് ചാർജ് നമ്മൾ കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഫ്ലൂറിന് മൈനസ് ചാർജ് വരുമ്പോഴാണ് ഓക്സിജന് പ്ലസ് ചാർജ് വരുന്നത്. അപ്പോൾ OF2ൽ ഓക്സിജൻ +2 സ്റ്റേറ്റ് ആണ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഇൻ പെർ ഓക്സൈഡ്സ് ഇറ്റ് ഈസ് -1 ആൻഡ് ഇൻ സൂപ്പർ ഓക്സൈഡ്സ് ഇറ്റ് ഈസ് -1/2. അപ്പോൾ പെർ ഓക്സൈഡ്സിൻ്റെ കേസിൽ ഹൈഡ്രജൻ പെർ ഓക്സൈഡിലൊക്കെ നമുക്കറിയാം H2O2, അവിടെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. അതേപോലെ സൂപ്പർ ഓക്സൈഡ്സ് KO2 അവിടെ -1/2 ആണ്. അപ്പോൾ അതൊക്കെ സ്പെഷ്യൽ കേസസ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൽക്കലി മെറ്റൽ ഈസ് +1. അപ്പോൾ ആൽക്കലി മെറ്റൽസ് സാധാരണ നമ്മളെ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള എലിമെൻറ്റ്സ് ആണ് ആൽക്കലി മെറ്റൽസ്. അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സാധാരണ +1 ആയിരിക്കും. സോഡിയം, പൊട്ടാഷ്യം, ലിത്തിയം അതൊക്കെ +1 സ്റ്റേറ്റിലാണ് വരുന്നത്. പിന്നെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് അത് ഗ്രൂപ്പ് 2 ആണ്. അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സാധാരണ +2 ആയിരിക്കും. അപ്പോൾ മെഗ്നീഷ്യം അങ്ങനത്തെ എലിമെൻറ്റ്സ് ഒക്കെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് വരുന്നത്. കാരണം അത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹാലജൻസ് ഈസ് -1. ഹാലജൻസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേഷനും എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഓക്സിഡേഷൻ നമ്പറിൻ്റെ ടേംസിൽ എങ്ങനെയാണ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ റൂൾസ് ഫോർ അസൈനിങ് ഓക്സിഡേഷൻ നമ്പർ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. എന്നാലേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാൽക്കുലേഷൻ ഓഫ് ഓക്സിഡേഷൻ നമ്പർ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ.